أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ വചനമാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത്. അർത്ഥം ഇപ്രകാരമാകുന്നു: ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോകുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ? ഞങ്ങളാകട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇതിനുത്തരമായി അവൻ അള്ളാഹു പറഞ്ഞു, നിശ്ചയമായും നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. കഴിഞ്ഞ ദർസിൽ ഖലീഫയുടെ വിവിധ അർത്ഥങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. തുടർന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു മുഹമ്മദീയ സമുദായത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട 3 തരം ഭരണങ്ങളെ സംബന്ധിച്ച് പറയുന്നു. അതായത് ഖിലാഫത്ത് ഭരണത്തെ സംബന്ധിച്ച് പറയുകയാണ്. മുഹമ്മദീയ സമുദായത്തിന് 3 തരം ഭരണങ്ങൾ ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ചില മുസ്ലിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുകയും അതിൽ നിന്ന് ശരിയായ പ്രയോജനം നേടാതിരിക്കുകയും ചെയ്തു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, സൂറത്തുൻ നൂർ 56-ാമത്തെ വചനം: നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരോട് അവർക്ക് മുമ്പുള്ളവരെ ഖലീഫന്മാരാക്കിയതുപോലെ തീർച്ചയായും അവരെയും ഭൂമിയിൽ ഖലീഫന്മാരാക്കുകയും അവർക്കായി അവൻ തൃപ്തിപ്പെട്ട മതത്തെ അവർക്ക് പ്രബലപ്പെടുത്തി കൊടുക്കുകയും അവരുടെ ഭയത്തിന് ശേഷം രക്ഷയും സമാധാനവും അവർക്ക് പകരം നൽകുകയും ചെയ്യുന്നതാണെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർ എന്നെ മാത്രം ആരാധിക്കുന്നതാണ്, എന്നോട് മറ്റൊന്നിനെയും അവർ പങ്കുചേർക്കുകയില്ല. അതിനുശേഷം ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് ധിക്കാരികൾ. അതിനുശേഷം മുസ്ലിങ്ങളുടെ ശക്തി അല്ലെങ്കിൽ പ്രതാപം കുറയാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മുസ്ലിങ്ങൾക്ക് മുൻപത്തെ സമുദായങ്ങൾക്ക് ലഭിച്ചതുപോലുള്ള ഭരണം ലഭിക്കുമെന്ന് കഴിഞ്ഞ ആയത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മുൻപത്തെ സമുദായങ്ങളിലെ ഭരണം ഖുർആനിൽ നിന്ന് മുകളിൽ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ 3 തരത്തിലായിരുന്നു. അവരുടെ നിയമങ്ങളെ, അതായത് ശരീഅത്തിനെ സഹായിക്കുന്ന പ്രവാചകന്മാർ അവരിൽ ഉണ്ടായിരുന്നു. അവരിൽ പ്രവാചകന്മാരല്ലാത്ത ചിലരെ അള്ളാഹുവിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരം ആ സമുദായങ്ങളെ സഹായിക്കാൻ തിരഞ്ഞെടുക്കുകയും അവരെ ശരിയായ പാതയിൽ നിലനിർത്താൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നിയോഗിക്കുകയും ചെയ്തു. അള്ളാഹു ആ സമുദായങ്ങളെ മുൻപുള്ള ജനതകളുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും മുൻഗാമികളിൽ നിന്ന് അധികാരം എടുത്തു മാറ്റി അവർക്ക് നൽകുകയും ചെയ്തു. ഈ 3 തരം ഭരണങ്ങളാണ് മുസ്ലിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ഈ 3ഉം ലഭിക്കുന്നതിലൂടെ മാത്രമേ ഇസ്ലാമിൻ്റെ പൂർണ്ണമായ ശക്തി പ്രകടമാകുമായിരുന്നുള്ളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഈ വാഗ്ദാനം അനുസരിച്ച് മുസ്ലിങ്ങളെ മുൻപത്തെ ജനതകളുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അവരുടെ ശത്രുക്കളെ നശിപ്പിച്ചു. മുസ്ലിങ്ങൾ വിശ്വാസത്തിലും നല്ല കാര്യങ്ങളിലും ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ അവരുടെ ശക്തി എന്നേക്കുമായി നിലനിൽക്കുമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കുറച്ചു കാലത്തിന് ശേഷം അവർ മതത്തിൽ നിന്ന് മാറി ദുനിയാവിൽ അല്ലെങ്കിൽ ഐഹിക കാര്യങ്ങളിൽ കൂടുതൽ മുഴുകി. മറ്റ് സമുദായങ്ങളെപ്പോലെ ദുനിയാവിൽ മുഴുകിക്കൊണ്ടും പുരോഗമിക്കാൻ കഴിയുമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. മുസ്ലിങ്ങളുടെ പുരോഗതി മറ്റു സമുദായങ്ങളെപ്പോലെ ആയിരിക്കില്ല, മറിച്ച് അവർ പുരോഗമിക്കുന്നത് വിശ്വാസത്തിലൂടെയും നല്ല കാര്യങ്ങളിലൂടെയും മാത്രമായിരിക്കും എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിരുന്നു. നൂറ്റാണ്ടുകളുടെ അനുഭവം ഈ സത്യം തെളിയിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും അവർ തങ്ങളുടെ പുരോഗതിയുടെ രഹസ്യം മനസ്സിലാക്കി വിശ്വാസത്തിലേക്കും നല്ല കാര്യങ്ങളിലേക്കും ശ്രദ്ധിച്ചെങ്കിൽ അവർക്ക് തീർച്ചയായും പുരോഗതി ലഭിക്കും എന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. 2ാമത്തെ തരം ഭരണം അവർക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ലഭിച്ചു. ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നെ അലി റളിയല്ലാഹു അൻഹു എന്നിവർക്ക് തുടർച്ചയായി ഖിലാഫത്ത് എന്ന അനുഗ്രഹം ലഭിക്കുകയുണ്ടായി. ഈ അനുഗ്രഹത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങൾക്കും പങ്കുണ്ടായിരുന്നു. പിന്നീടുള്ള മുസ്ലിങ്ങൾ ഈ അനുഗ്രഹത്തെ വിലമതിച്ചിരുന്നുവെങ്കിൽ അവർ സ്വഹാബികളുടെ പുരോഗതിയുടെ പാതയിൽ മുന്നോട്ട് പോകുമായിരുന്നു.
ഇന്നും ഇസ്ലാം അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അവർ ഈ അനുഗ്രഹത്തെയും വിലമതിച്ചില്ല. രാജവാഴ്ചയിലേക്ക് തിരിയുകയും അവർക്ക് ലഭിച്ച മഹത്വത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. മൂന്നാമത്തെ തരം ഭരണം പിന്തുടർച്ചക്കാരായ പ്രവാചകന്മാരുടെ ലഭിച്ചതായിരുന്നു. ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾ മാത്രം അശ്രദ്ധരായിരുന്നു. അന്ത്യകാലത്ത് ഈ തരം പ്രവാചകത്വത്തെ അവർ പാടെ നിഷേധിച്ചു. നിയമം കൊണ്ടുവരുന്ന പ്രവാചകനല്ലെങ്കിൽ പോലും പ്രവാചകത്വത്തിൻ്റെ വാതിലടച്ച കാലഘട്ടത്തിൽ ഇസ്ലാമിന് മാത്രം പ്രത്യേകമായി ലഭിച്ചിരുന്ന മഹത്തായ അനുഗ്രഹത്തെ അവർ നിഷേധിച്ചു. യഥാർത്ഥത്തിൽ ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവനുള്ള പ്രവാചകനാണെന്നതിൻ്റെ വലിയ തെളിവാണ്. കാരണം ഒരു പിന്തുടർച്ചക്കാരനായ പ്രവാചകൻ പ്രധാന പ്രവാചകന്റെ മഹത്വവും സ്ഥാനവും വർദ്ധിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്, കുറയ്ക്കുകയല്ല ചെയ്യുക. തുടർന്ന് അഹമ്മദിയ ജമാഅത്ത് വഴി ഖിലാഫത്തിന്റെ പുനരുജ്ജീവനത്തെ സംബന്ധിച്ച് ഹുസൂർ തിരുമനസ് പറയുകയാണ്, അഹമ്മദിയ ജമാഅത്ത് വിശ്വസിക്കുന്നത് ഈ കുഴപ്പങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് വീണ്ടും എത്തിക്കുന്നതിനും അള്ളാഹു ഹസ്രത്ത് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാമിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് അനുയോജ്യമായ ഉമ്മത്തി പ്രവാചകത്വത്തിന്റെ വാതിൽ വീണ്ടും തുറന്നു എന്നാണ്. അവഴി ലോകത്തൊരു കൂട്ടം ആളുകൾ വീണ്ടും രൂപപ്പെട്ടു. അവർ ഒന്നിച്ചു ചേർന്ന് ഇസ്ലാമിനെ സേവിക്കുകയും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ രാവും പകലും പരിശ്രമിക്കുകയും ചെയ്യുന്നു. ലോകത്ത് ഇസ്ലാം ഉന്നതനാവുകയും അവിശ്വാസം ഇല്ലാതാവുകയും ചെയ്യുന്ന ദിവസം വിദൂരമല്ല. ഈ ആയത്തിന്റെ ദർസ് തുടരുന്നതാണ് ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.